ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കൺവേർട്ടബിൾ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നോക്കിയാലോ ഇന്ന്. ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് ആയിട്ടും ജാക്കറ്റ് ഇടാണ്ടെന്ന സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ വരുന്ന ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും തയ്യൽക്കടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു കുർത്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടൊരു പഴയ സാരി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാരിയിൽ നിന്ന് എന്ത് ചെയ്തു, നമുക്ക് ആവശ്യമുള്ളത്ര നീളം വെട്ടിയെടുത്തു. അതായത് ആവശ്യമുള്ള നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അധികം വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ് ഉണ്ടാവുമല്ലോ, അതായത് ചെസ്റ്റ് അളവ് 32 വിചാരിക്കും. 32ന് 4 എത്രയാണ് 8 ഇഞ്ച്. അപ്പോൾ 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് മൊത്തത്തിൽ 10 ഇഞ്ച് വരും. ആ 10ൻ്റെ 4 ഇരട്ടി, കാരണം 4 മടക്കായിട്ടാണല്ലോ നമ്മൾ മടക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ 10ൻ്റെ 4 എന്ന് പറയുന്നത് 40. അപ്പോൾ ഒരു 40 ഇഞ്ച് നമ്മൾ വെട്ടിയെടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ 45 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്ട്രാ വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് അതിനെയാണ് നമ്മൾ 4 മടക്കിയിട്ട് മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുകളിലത്തെ ബോർഡർ വേണ്ടാന്നുള്ളത് അതും ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മുടെ ജാക്കറ്റ് ഉണ്ടല്ലോ, ജാക്കറ്റിൻ്റെ ലെങ്ത്ത് ഒരു 12 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അത് തന്നെ മതിയാവും. അപ്പോൾ 12 ഇഞ്ച് ആ മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ ആ കണക്ക് തുണി എങ്ങനെയാണ് വെട്ടിയെടുത്തെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ എടുത്താൽ നമുക്ക് തുണി വേസ്റ്റ് വരില്ല. അതായത് നമ്മൾ മൊത്തത്തിലുള്ള തുണീനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വീതിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ തുണി വേസ്റ്റ് വരും. സാരി എന്നൊക്കെ വെട്ടിയെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ നമ്മൾ അളവ് നോക്കി വെട്ടിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത് ജാക്കറ്റിൻ്റെ പോർഷൻ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ആ ഒരു പോർഷൻ എടുത്തിട്ട് ബാക്കിയുള്ള തുണീൻ്റെ മുകളിലേക്കായിട്ട് ആ ജാക്കറ്റിൻ്റെ പോർഷൻ്റെ മുകളിൽ വെച്ചിട്ട് മൊത്തത്തിൽ ലെങ്ത്ത് ഒരു 28 ഇഞ്ച് വരുന്നുണ്ട്. കാരണം അതായത് നമ്മുടെ കുർത്തീൻ്റെ ലെങ്ത്ത് ഒരു 25 വരുന്നുണ്ട്. സാരി ആയതുകൊണ്ടാണ്. നിങ്ങൾ ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള അളവ് എടുത്താൽ മതി. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒന്നിച്ച് തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം നെക്ക് നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഉള്ളിൽ സ്ട്രാപ്പ് കുർത്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഷോൾഡർ ആവശ്യമില്ല, പക്ഷേ നമ്മൾ പുറത്തുള്ള ജാക്കറ്റിന് ഷോൾഡർ വേണം. അപ്പോൾ ഒരു 6.5 7 ആ ഒരു ലെവലിൽ നമ്മൾ ഷോൾഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. ജാക്കറ്റിന് ഒരു 6.5 അറൗണ്ട് ഒരു 6.5ൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 6.5 നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഷോൾഡറിൻ്റെ താഴേക്കുള്ള ആം ഹോൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ താഴോട്ടേക്ക് നീട്ടി വരച്ചു ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് നീട്ടി വരച്ചു കൊടുത്താൽ അവിടെ ഒരു ബോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ബാക്കിയുള്ള മെഷർമെൻറ്റ്സും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് എൻ്റെത് ഒരു 9 ഇഞ്ചാണ്. ഓക്കെ, 9 ഇഞ്ച്. അപ്പോൾ 9 ഇഞ്ച് പ്ലസ് എത്രയാണ് നമുക്ക് ഇത് എക്സ്ട്രാ കൊടുക്കണമല്ലോ, അതും കൂടെ മാർക്ക് ചെയ്യണം. ഒരു 2 ഇഞ്ച് അവിടെ എക്സ്ട്രാ നമ്മൾ തയ്യെത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അപ്പുറം കുറച്ച് എക്സ്ട്രാ വന്നത് ഞാൻ ഇച്ചിരി കറക്റ്റ് അളവെടുക്കാണ്ട് ഇച്ചിരി ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ എടുത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. പിന്നെ താഴേക്ക് നെക്കിൻ്റെത് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ ഒരു 3 ഇഞ്ച്, അതായത് നമ്മുടെ 6 ഇഞ്ചല്ലേ അതിൻ്റെ നടുക്കുന്ന 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഒരു ഫ്രീ ഹാൻഡായിട്ട് ഒരു കർവ് ആം ഹോൾ കർവും വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ മുകളിലത്തെ ജാക്കറ്റിൻ്റെ തുണിയില്ലേ അതിൽ നമ്മൾ അളവെല്ലാം മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഈ ആം ഹോളിൻ്റെ അളവ് ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ വെച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ വിരൽ വരുന്നിടത്ത് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്കിങ് അവിടെയും കൊടുക്കുക. കാരണം അവിടെ രണ്ടാമത് വരക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത് വരച്ചാൽ മതി. പക്ഷെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇത് എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രണ്ടാമത് വരച്ചാലും കുഴപ്പമില്ല. മുകളിലത്തെ പീസ് നമ്മൾ എക്സ്ട്രാ വെച്ച പീസാണല്ലോ, ആ ജാക്കറ്റിൻ്റെ മുകളിൽ നിന്ന് മുറിച്ച് വെച്ചല്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്നുള്ള ആ ചെസ്റ്റിൻ്റെ അളവും അതുപോലെ ആം ഹോളിൻ്റെ ആ ഒരു ബോക്സിൻ്റെ അറ്റമില്ലേ അതും ഒക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പുറത്ത് നെക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച്, അതായത് നെക്ക് ഒരു താഴേക്ക് ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് എത്ര വരുന്നത് 3 ഇഞ്ച്. ഓക്കെ, 3 ഇഞ്ച്, സോറി 4 ഇഞ്ചല്ല 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഒരു ബോക്സ് നമ്മൾ നേരത്തെ 3 ഇഞ്ച് കൊടുത്തല്ലോ അതിൻ്റെ ഒരു ബോക്സ് ആക്കി കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ ഒരു റൗണ്ട്, നമ്മൾ ജാക്കറ്റിൻ്റെത് നമ്മൾ റൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ റൗണ്ട് നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഷേപ്പൊക്കെ എന്തെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷേപ്പിൻ്റെതായിട്ടൊരു 10 ഇഞ്ചിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഷോൾഡറും അതുപോലെ ഷേപ്പും തമ്മിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ ജാക്കറ്റ് മാറ്റി വെക്കുക. ഇനി നമുക്ക് മെയിൻ കുർത്തീൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജാക്കറ്റിന് അത്ര ഷേപ്പ് വരെ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബസ്റ്റിൻ്റെ പോയിൻ്റ് വരെ അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം ജാക്കറ്റിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ജാക്കറ്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ലൈന് ട്രേസ് ചെയ്തെടുത്തില്ലേ, അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നെക്ക് ഇവിടെ നമ്മൾ എത്രയാ 3 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ നെക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ചിലേക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ നെക്ക് മാർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു പോയിൻറ്റിലേക്ക്, അതായത് നമ്മൾ ആം ഹോളിൻ്റെ നീട്ടി വരച്ചില്ലേ ആ ഒരു പോയിൻറ്റിലേക്ക് ഒരു വര വരച്ച് കൊടുക്കുക. അതുപോലെ ഇവിടുന്ന് മേലേക്ക് നമ്മളൊരു സ്വെറ്റ് ഹാർട്ട് നെക്ക് പോലത്തെ നെക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇട്ട് വരുമ്പോൾ ഒരു റൗണ്ട് പോലെ തോന്നുമെങ്കിലും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു കർവായിട്ട് ജസ്റ്റ് ഹാൻഡ് വെച്ചിട്ട് തന്നെ വരച്ച് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വരക്കുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് ഒരു കർവ് വരച്ചാൽ മതി. അപ്പോൾ വലിയ കുഴപ്പം വരാണ്ട് കിട്ടും കറക്റ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഈ ഒരു പോയിന്റ്, ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മളെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലേക്ക് ഒരു വര വരച്ചു കൊടുക്കണം. അതും ഇങ്ങനെ ചെരിച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കർവ് പോലെ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ നൂഡിൽസ് സ്ട്രാപ്പ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി താഴേക്കുള്ളതിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷേപ്പ് വരുന്നില്ലേ അത് എവിടെയാണെന്ന് നോക്കുക. നമ്മൾ എൻ്റെത് ഒരു മുകളിൽ നിന്ന് ഒരു 15 ഇഞ്ചിലേക്കാണ് ഷേപ്പ് വരുന്നത്. അതുപോലെ താഴേക്ക് നമ്മൾ സ്ലിറ്റ് വരുന്നത് 21 ഇഞ്ചിലും. അപ്പോൾ ഷേപ്പ് ഞാൻ 8.5 ഇഞ്ചാണ് എൻ്റെ ഷേപ്പ് വരുന്നത് മെഷർ ചെയ്യുന്ന സമയത്ത്. അത് 4:1 ഷേപ്പിൻ്റെ 4:1 അതിനോട് പ്ലസ് 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ്റെ അകത്ത് ഒരു 10 ഇഞ്ചാണ് മെഷർമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനോട് 1 ഇഞ്ച് മാത്രമേ നമ്മൾ എക്സ്ട്രാ തയ്ത്തുമ്പായിട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം സ്ലിറ്റ് ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ ഭയങ്കര വീതി വരുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ താഴേക്കും അതേ സെയിം അളവ് തന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ കൊടുത്ത് അതേ അളവ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നീട്ടിയിട്ട് വരച്ച് കൊടുക്കുക. ഓക്കെ, ഒരു ഷേപ്പാക്കി എടുക്കുക. കാരണം ആദ്യത്തെ മെയിൻ ലൈൻ ആദ്യം കൂട്ടി വരക്കുക, അത് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പ് രണ്ടാമത് കൊടുക്കുക. സ്ട്രാപ്പ് വരുന്ന സ്ലീവ്സ് വരുന്നത് കൊണ്ട് ആ ഒരു പോർഷൻ ഒഴിക്കുക. ബാക്കി എല്ലാ പോർഷനും നമുക്ക് സ്ട്രെയിറ്റ് സാധാ നോർമൽ കുർത്തീസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഒന്ന് കൺഫ്യൂഷൻ മാറ്റി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, സ്ലിറ്റ് അതൊക്കെ നമ്മൾ നോർമൽ സ്ലിറ്റഡ് കുർത്തി ചെയ്യുന്നില്ലേ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമൽ സ്ലിറ്റഡ് കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ എല്ലാം കൂടെ വരച്ച് ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ നമുക്കിനി സ്ലീവ്സ് ആണ് ചെയ്യാനുള്ളത്. ആൻഡ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്ത് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വരച്ചതുപോലെ തന്നെ ഈ ഒരു കർവില്ലേ ഈ ഒരു പോയിന്റിൽ വളഞ്ഞ് വന്ന് ഒരു പോയിന്റിൽ ജോയിൻ ചെയ്ത് അവിടുന്ന് താഴേക്ക് അങ്ങനെ തന്നെ വളഞ്ഞ് ആ ഒരു ഷേപ്പ് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വെട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മറന്നു പോവാതെ നമ്മൾ എക്സ്ട്രാ സീം എലവൻസ് കൊടുത്തിട്ടും മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. പിന്നെ ഈ സ്ലിറ്റിൻ്റെ പോർഷനും ഷേപ്പിൻ്റെ പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്തിടുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. പിന്നെ നമ്മളിതിൽ ബേസിക് ആയിട്ടുള്ള മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഡോരി ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഒരു നോർമൽ കുർത്തി എൻ്റെ മുകളിലൊരു ഓവർ കോട്ട്. ഈ ബാക്കിൽ ഡോരിയൊക്കെ വന്ന് നല്ല വെറൈറ്റി നെക്കൊക്കെ ഉള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് ഞാൻ എത്രയും പെട്ടെന്ന് പുതിയൊരു ഫാബ്രിക് വാങ്ങിയിട്ട് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി പരീക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പഴയ സാരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ അഡ്വാൻസ്ഡ്, അതായത് കുറച്ചുകൂടെ നല്ല മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ജാക്കറ്റും നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിലാണ് തുണി എടുത്തിട്ട് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേന്ന് ടാപ്പ് വെച്ചിട്ട് ഒരു 3.5 ഇഞ്ചിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനെ നീട്ടി വരക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും യൂഷ്വലി 3.5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആക്കി വരച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. അപ്പോൾ അതിൻ്റെ നീളം നോക്കുക, 9 ഇഞ്ച് ഉണ്ടോ നോക്കുക. അതായത് നമ്മുടെ ഫാബ്രിക് എടുത്ത് നമ്മൾ ആം ഹോൾ ജസ്റ്റ് ഇങ്ങനെ അളക്കുമ്പോൾ കിട്ടുന്ന അളവുണ്ടല്ലോ, വിത്തൗട്ട് തയ്യൽ തുമ്പ് എത്ര വരുന്നത് നോക്കുക. അപ്പോൾ 9 ഇഞ്ചാണ് നമ്മളിവിടെ വെച്ചപ്പോൾ ഏകദേശം 9 ഇഞ്ചിൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സിനെ അങ്ങ് ഇങ്ങനെ നീട്ടിയിട്ട് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളത് 9 ഇഞ്ചല്ല അതിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് ഈ ഒരളവായിരിക്കണം നമ്മൾ ഇതിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മടക്കിയിട്ട തുണിയുള്ളത്. എന്നിട്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം അത് ക്രോസ് ആക്കി വരച്ചിട്ട് ആ ഒരു വരച്ച വരേൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങനെ എന്ത് ചെയ്യുക, ആ സെൻറ്ററിലേക്ക് ഒരു ലൈന് കർവ് നേരെയും അത് കഴിഞ്ഞ് ഒരു തിരിഞ്ഞിട്ടുള്ളത് ആ ഒരു ഷേപ്പിലേക്കാക്കി വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഷേപ്പില്ലേ, അതായത് മുകളിൽ നിന്ന് ഫസ്റ്റ് റൗണ്ട് ആ സെൻറ്ററിലേക്ക് വന്നു, പിന്നെ ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക്. അപ്പോൾ അതൊരു 10 ഇഞ്ചിൻ്റെ അടുത്താണ് നമുക്ക് ആ ഒരു ക്രോസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. അല്ല നമ്മൾ ആം ഹോൾ ഈ ഒരു സ്ലീവ് വരക്കുന്ന സ്കെയിൽ ഉണ്ടെന്ന് പറയുന്നിട്ടു, അതുണ്ടെങ്കിൽ അത് വരച്ചെടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് പിന്നെ ഇതിൻ്റെ താഴത്തെ സൈഡ് വന്നിട്ട് അവിടെ ഓപ്പണിംഗ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് അളന്ന് നോക്കിയിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച്, അതായത് 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മുകളിലത്തെ ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തെ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ നീട്ടി വരക്കും. അതായത് തയ്യൽ തുമ്പ് അടക്കമുള്ള പോയിന്റിലേക്കാണ് വരക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂഷ്വലി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഷേപ്പ് ആ ഒരു അതില്ലേ, അതായത് ആർച്ച് ആദ്യം വന്നു, സർക്കിൾ പോലെ വന്നു, എന്നിട്ട് തിരിച്ചിട്ട് സർക്കിൾ പോലെ കയറിപ്പോന്നില്ലേ, ആ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ താഴെ ഇതൊരു ഫുൾ സ്ലീവ് പോലെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ലെങ്ത്തിന് എത്രയാണെന്ന് വെച്ചാൽ ആ തുണി മുറിച്ചെടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കുറച്ചുകൂടെ മാർക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ആം ഹോൾ നിങ്ങൾ ജസ്റ്റ് അളവ് നോക്കിയിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റണം. എനിക്ക് കറക്റ്റ് ആ ഒരു അളവ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു ഓപ്പണിങ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോട്ട് ജാക്കറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 5 ഇഞ്ച്. പിന്നെ ഈ താഴെ ലെഫ്റ്റ് സൈഡ് രണ്ടാക്കി മടക്കിയിട്ടാണല്ലോ ഉള്ളത്, ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ വരക്കും. അതായത് അങ്ങേ അറ്റം വരെ പോകണ്ട, അവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 2 ഇഞ്ചിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു കർവ് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ കേവ് വരച്ചു കൊടുത്ത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം നമ്മൾ ആലിയ കട്ടനൊക്കെ ചെയ്യുന്നല്ലേ, അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അപ്പുറത്തെ 2 ഇഞ്ച് മറന്നു പോകരുത്. ഫുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇടുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. ഞങ്ങൾ 2 ഇഞ്ച് അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് അതങ്ങനെ കർവ് പോലെ വരച്ചെടുത്ത് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത് ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. ആൻഡ് ബാക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ കൊടുക്കാം, വിഷയമില്ല. പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. ബാക്ക് സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ പൊങ്ങി കിടക്കാണ്ട് ഉള്ളതാണ് കൊടുത്തത്. ഇനി നമ്മുടെ കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ഡിസൈന് ഇങ്ങനെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക, അതേ അളവിൽ. കാരണം നമുക്ക് അവിടെ ക്രോസ് പീസ് വെച്ചിട്ട് കൊടുക്കാം. ക്രോസ് പീസ് അല്ല, നമ്മൾ ലൈനിങ് ഒക്കെ വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി വെട്ടിയതിൻ്റെ അകത്ത് ബാക്കിയുള്ള തുണിയിൽ വെച്ച് നോക്കിയിട്ട് അങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് ഫ്രഷ് വേറെ തുണി മുറിക്കാനുണ്ടെങ്കിൽ അതിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ വെറുതെ തുണി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ജസ്റ്റ് എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആൻഡ് അടിവശം സ്ട്രെയിറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ അത് 2 സൈഡിലും വെക്കണം. അപ്പോൾ 2 മടക്കിയതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇങ്ങനെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ആ മുന്താണിയുടെ ഭാഗമല്ലേ നമ്മൾ വെട്ടിക്കളഞ്ഞ ബോർഡർ, ആ ബോർഡർ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്ര അളവിന് വേണോ അത് നിങ്ങളുടെ അളവ് നോക്കി എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക. ഓക്കെ, മടക്കി തയ്ച്ച് തിരിച്ചിട്ടാലും കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ 2 സൈഡിൽ നിന്നും മടക്കിയിട്ട് അതിനെ ഒന്നും കൂടെ മടക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ തിരിച്ചിടേണ്ടതെന്ന് ആവശ്യം വരില്ല. അപ്പോൾ ചെറിയ സ്ട്രാപ്പായിരിക്കും കിട്ടുന്നുണ്ടാവുക, ഏകദേശം നൂഡിൽസ് സ്ട്രാപ്പ് പോലെ തന്നെ. എന്നിട്ട് അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ അങ്ങനെ ചെയ്തെടുക്കുക. ആൻഡ് അതിൻ്റെ നീളം നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ മുതൽ എവിടം വരെ നീളം വേണം എന്നുള്ളത് മെഷർ ചെയ്താൽ മതി. ഞങ്ങൾ ആദ്യം ഒരു അളവ് വെച്ച് ചെയ്തെങ്കിലും അവസാനം ഇട്ട് നോക്കുമ്പോൾ അല്ലാണ്ട് താണു പോയിട്ട് അവസാനം അത് നമ്മൾ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവൊന്ന് വെച്ച് നോക്കുക. ടാപ്പ് വെച്ചിട്ട് എവിടെ മുതൽ എവിടെ വരെയാണ് ഈ സ്ട്രാപ്പ് വേണ്ടതെന്നുള്ളത് അത് ജസ്റ്റ് വെച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സ്ട്രാപ്പ് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ അതും ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 17 ഇഞ്ചായിരുന്നു ആദ്യം നമ്മൾ സ്ട്രാപ്പ് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഭയങ്കര ലോങ് ആയിപ്പോയി, അത് നമുക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കണേ. എന്നിട്ട് നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് ഈ സ്ട്രാപ്പ് താഴോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, വിഷ്വലിൽ കാണുന്ന പോലെ. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ട്, ആ ഒരു പീസിൻ്റെ നല്ല വശം ഈ ഫാബ്രിക്കിൻ്റെ നല്ല വശമായിട്ട് ഒത്തു നിൽക്കുന്ന പോലെ മേലെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വിഷ്വലിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ ആ ഷേപ്പിൽ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുറിച്ച് വെച്ച പീസിൻ്റെ അടിഭാഗം സ്ട്രെയിറ്റ് ആണല്ലോ, ആ സ്ട്രെയിറ്റിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതവിടെ പെർഫെക്റ്റ് ആയിട്ട് ഒരു നൂലൊന്നും വലിയാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതും ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചാൽ ഇങ്ങനെ കിട്ടും ഏകദേശം. ഓക്കെ, ഇനി ഈ ഒരു പീസാണ് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ, അതായത് ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ സ്ട്രാപ്പ് താഴോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ആൻഡ് അതിൻ്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. പീസ് വെക്കുന്ന സമയത്ത് ഫാബ്രിക്കിൻ്റെ നല്ല വശം ഈ ഒരു പീസിൻ്റെ നല്ല വശം ഒന്നിച്ചാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിട്ട് താഴോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ അതേ ഷേപ്പിൽ, അതായത് ആ ഒരു കർവ് പോലെ വരുന്നില്ലേ, വന്ന് മേലോട്ട് പോയി താഴോട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രാപ്പ് ഒന്ന് വെച്ച സ്ഥലത്ത് മാറിപ്പോകാണ്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് അതുപോലെ തന്നെ വരുന്ന രീതിക്കായിരിക്കണം വെക്കുന്നത്. ആൻഡ് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സ്ട്രാപ്പ് അറ്റാച്ച്ഡായി കിട്ടും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ശ്രദ്ധിച്ച് കുറച്ചധികം സമയം എടുത്തിട്ട് ആ സ്ട്രാപ്പ് അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ അളവ് തെറ്റും. അപ്പോൾ സ്ട്രാപ്പ് കറക്റ്റ് അവിടെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ചെയ്തെടുക്കും. ഇതുപോലല്ല നോർമൽ നെക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി നെക്ക് എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. 3 ടൈപ്പ്, അതായത് ക്യാൻവാസ് വെച്ചിട്ടും ക്രോസ് പീസ് വെച്ചിട്ടും അതുപോലെ ലൈനിങ് വെച്ചിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ബാക്ക് ടു ദ പോയിന്റ്, നമ്മളിത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെട്ടിയെടുത്ത പീസെല്ലാം കൂടെ ജോയിൻ ചെയ്തല്ലോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് സ്റ്റിച്ച് കട്ടാതെ ഇങ്ങനെ കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക.
ഓക്കെ, എന്നിട്ട് വേണം നമുക്കിതിനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തത് മറിച്ചിടാൻ വേണ്ടി പ്രയാസമായിരിക്കും. അപ്പോൾ മറിച്ചിടുമ്പോൾ ഇങ്ങനെ സ്ട്രാപ്പ് മുകളിലായിട്ട് വരും, ഈ ഒരു പീസ് ഇതിൻ്റെ ബാക്കിലായിട്ട് വരും. അപ്പോൾ നല്ല കോട്ടൺ ഫാബ്രിക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, നല്ല ഭംഗിക്ക് ഇത് കിടക്കും. എൻ്റെ അത് പഴയ സാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഒതുക്കം കിട്ടാത്തൊരു സാരി ആയിരുന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഇനി മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ചും കൂടി ഇവിടെ കൊടുക്കുക, കാരണം ആ ഒരു പീസ് ബാക്ക് പോയല്ലോ, അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇതിൻ്റെ നല്ല കോട്ടൺ ഫാബ്രിക് വെച്ചിട്ട് ഫാബ്രിക് അത് റണ്ണിങ് മെറ്റീരിയൽ തന്നെ വാങ്ങിയിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ കെട്ടൊക്കെ വരുന്നില്ലേ, അതൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ വൈഡ് ഈ സ്ലീവൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഇത് പരീക്ഷണമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്തതാണ്. ബേസിക് ആയിട്ടുള്ള ഈ ഒരു മോഡൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ആ നെക്കിൻ്റെ ഡിസൈനൊക്കെ മാറ്റി, സ്ലീവ്സൊക്കെ മാറ്റി, എന്താ പറയുക മറ്റേ പാകിസ്ഥാനി സ്ലീവൊക്കെ വരുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാനത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യണം, അല്ലാണ്ട് എനിക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. ആൻഡ് ഓക്കെ, ബാക്ക് ടു ദ പോയിൻറ്റ്. നമ്മൾ ഈ ഒരു സ്റ്റിച്ച്, അതായത് എക്സ്ട്രാ നമ്മൾ ആ തുണീനെ ബാക്കിൽ കൊണ്ടുപോകല്ലോ ലൈനിങ്ങിനെ, അതിനെ ഒന്ന് ബാക്കിൽ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമ്മുടെ എപ്രണൊക്കെ പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്കിലെ പാർട്ട് വെച്ചിട്ട് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നാടയില്ലേ സ്ട്രാപ്പ്, ആ സ്ട്രാപ്പിനെ മടങ്ങാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ഒരു പീസോട് ബാക്കിയിട്ടല്ലോ, ആ പീസിനെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക മുകളിൽ. എന്നിട്ട് ഇപ്പുറത്ത് ചെയ്ത് സെയിം പരിപാടി തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സ്ട്രാപ്പ് ഇപ്പോൾ താഴോട്ടേക്കാണുള്ളത്, അപ്പോൾ ആ വെച്ചത് മാറിപ്പോവരുത്. ഓക്കെ, ഒന്നും കൂടെ ഞാൻ നേരത്തെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ വെക്കണം. നല്ല വശവും ബാക്ക് വശവും ഒന്നും മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ ഫുള്ളി നേരത്തെ പോലെ തന്നെ സെയിം റിപ്പീറ്റേഷൻ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നേരത്തേക്കാളും പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി മുന്നിലത്തെ ആ സ്ലീവ് ഉണ്ടല്ലോ, ആ ഒരു സ്ലീവിൻ്റെ അതായത് സ്ലീവല്ല സ്ട്രിപ്പ്, ആ ഒരു സ്ട്രിപ്പും മുന്നത്തെ പോർഷനും അറ്റാച്ച് ആയതുകൊണ്ട് അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കുറച്ച് നേരം കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന പണിയാണ്. അത് മൊത്തത്തിൽ ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഫുള്ളി ഇങ്ങനെ കുഞ്ഞു കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്ലീവും നമ്മുടെ ബോഡി പാർട്ടും തമ്മിൽ അറ്റാച്ച് ആയിട്ടുണ്ടാകും. ഇവിടെ കുഞ്ഞ് സ്ലീവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഒന്ന് ബാക്ക് സൈഡിൽ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് ഇത് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഡോരി ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നൂഡിൽസ് സ്ട്രാപ്പ് കുർത്തി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ലിറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ലിറ്റിൻ്റെ പോർഷൻ ഉള്ളിലായിരിക്കും. അതിനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ വരെ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ട് കൊണ്ടുപോവുക. ഓക്കെ, സ്റ്റിച്ചിൻ്റെ പോർഷൻ വരെ, അതിന് താഴോട്ടേക്ക് പോകാൻ പാടില്ല. അതുപോലെ രണ്ട് സൈഡും അങ്ങനെ തന്നെ സ്റ്റിച്ചിൻ്റെ പോർഷൻ വരെ തയ്ച്ചിട്ട് കൊണ്ടുപോവുക. പോർഷൻ്റെ താഴെ ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടി പാടില്ല. ഓക്കെ, എന്നിട്ട് ആ നേരോ തിരിച്ച് വെച്ച് ആ സ്ലിറ്റിൻ്റെ പോർഷൻ എന്ത് ചെയ്യുക, രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഓക്കെ, സ്ലിറ്റിൻ്റെ വീതി. എന്നിട്ട് ആ ഒരു പോർഷൻ എന്ത് ചെയ്യുക, താഴേന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഓൾറെഡി ആ സ്റ്റിച്ചിൻ്റെ പോർഷൻ വരെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, സ്ലിറ്റിൻ്റെ പോർഷൻ വരെ. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യുക, താഴേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി കൊണ്ടുവന്ന് ആ ഒരു പോർഷൻ വരെ എത്തിച്ചിട്ട് അവിടുന്ന് ജസ്റ്റ് ആ ഫാബ്രിക്കിനെ നമ്മളൊന്ന് എന്താ പറയണ്ടേ, സൂചിയിൽ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇതില്ലേ സൂചി ഇങ്ങനെ താഴ്ത്തി വെച്ച് ജസ്റ്റ് ആ ഫാബ്രിക്കിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിത് പൊക്കിയിട്ട് വേണേൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീനക്കൊക്കെ ചെയ്യുന്നില്ലേ, ഇപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്ന പോയിന്റ് വരുമ്പോൾ അതുപോലെ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് എത്തി പിന്നെ ഒന്ന് കുത്തി വെച്ച് തിരിച്ചിട്ട് താഴോട്ടേക്കും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ലിറ്റ് രണ്ട് സൈഡിലെ സ്ലിറ്റും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സ്ലിറ്റഡ് കുർത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് അതിൽ ഇങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നല്ല ഫാബ്രിക് വെച്ച് പറയുന്നുണ്ട്. ഇത് ഫാബ്രിക് ശരിയില്ലാത്തതുകൊണ്ട് അത് കാണുന്നതും മനസ്സിലാവുന്നുണ്ടാവില്ല ചിലപ്പോൾ. ആൻഡ് അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്ലിറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നമ്മുടെ ഷോർട്ട് കുർത്തീൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ സ്ലിറ്റും ഇട്ടെടുത്തു, രണ്ട് ബോഡി അറ്റാച്ച് ചെയ്തു, സ്ലീവും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മുകളിൽ ജാക്കറ്റിൻ്റെ പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ജാക്കറ്റിൻ്റെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അടിവശം മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യുക, വേറെ ഒരു പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിങ്ങിലൊന്ന് വെച്ചിട്ട് നമ്മൾ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുന്നതിൽ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ നീളത്തിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു പീസ് വെട്ടിയെടുത്തിട്ട് നമ്മൾ കറക്റ്റ് അത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നൂല് വിടുപ്പേ, അതുകൊണ്ടൊന്നും കൂടെ തയ്ക്കേണ്ടി വന്നതാണ്. ആൻഡ് ആ ഒരു ഓപ്പണിങ് വരുന്നുണ്ടല്ലോ, അതിങ്ങനെ മൊത്തത്തിൽ ഒരു ഫാബ്രിക് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ മടക്കി തയ്ച്ചിട്ടാണ് താഴത്തെ വശം സെക്യൂർ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ എന്താ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, വിഷയമൊന്നുമില്ല. നമ്മളിവിടെ ഒരു ഫാബ്രിക് സെപ്പറേറ്റ് മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രോസ് പീസ് വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഫാബ്രിക് വെച്ച് മടക്കി തയ്ക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇതുപോലെ ചെയ്താൽ മതി. ക്രോസ് പീസ് കുറച്ച് അധികം ക്രോസ് പീസ് വേണ്ടിയത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഫാബ്രിക് ആ ഒരു എക്സ്ട്രാ വന്ന ഫാബ്രിക്കും നമ്മുടെ ആ ഒരു വി പോലെ ജോയിൻ ചെയ്ത സ്പേസില്ലേ, ആ ഒരു സ്പേസിൽ എന്താ പറയണ്ടേ കറക്റ്റായിട്ട് ജോയിൻ വരുന്നുണ്ടോ നോക്കണം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ മടക്കി തയ്ക്കണം. മടക്കി തയ്ക്കുന്ന സമയത്ത് നമ്മളിവിടെ എടുത്ത പീസിന് കുറച്ച് അധികം വീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വരുമ്പം ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് വെട്ടിയിട്ട് ചെറിയൊരു പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെയാണ് നമ്മൾ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് വീതിയിൽ തുണി എടുത്താൽ മതി കേട്ടോ. നമ്മൾ എടുത്തപ്പോൾ കുറച്ച് അധികം ആയിപ്പോയതാണ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഉള്ളിൽ വരുന്ന രീതിക്കാക്കിയിട്ട് മൊത്തത്തിൽ അതേ ഷേപ്പിൽ മടക്കിയെടുത്ത് കഴിഞ്ഞാൽ താഴത്തെ ഭാഗവും സെക്യൂറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പീസും കൂടെ ഫുള്ളി മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ താഴത്തെ വശം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാകും. ഇങ്ങനെയാണ് നമ്മളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. രണ്ടിൻ്റെ അടിവശം നമ്മൾ മടക്കി തയ്ച്ചല്ലോ, അതിനെ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് കുറച്ച് ക്രോസ് പീസുകൾ സംഘടിപ്പിക്കണം. കാരണം ഇതിന് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രോസ് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. പകരം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ഞാൻ അവിടെ എന്താ പറയുക അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷോൾഡർ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജാക്കറ്റിന് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ നമ്മുടെ സ്ലീവ്സ് ചെയ്യണം. അപ്പോൾ സ്ലീവ്സിൻ്റെ അടിഭാഗം ഇങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ജസ്റ്റ് തയ്ച്ചു കൊടുക്കുന്നുണ്ട്, കാരണം അടിഭാഗം വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്ലീവ്സിൻ്റെ അടിഭാഗം രണ്ടാക്കി തയ്ച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ മുകളിൽ നമ്മൾ സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുക്കണമായിരുന്നു, ഞാൻ വിഷ്വലിൽ കാണിക്കാൻ വിട്ടുപോയി. ആൻഡ് ആ കട്ടിട്ട ഭാഗം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഫാബ്രിക് നമ്മുടെ കോട്ടുണ്ടല്ലോ, ആ കോട്ടിൻ്റെ രണ്ട് ഷോൾഡർ ജോയിൻ ചെയ്ത പോർഷനിൽ മേലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ സൂചി വെച്ചിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് മൊത്തം ഇങ്ങനെ അറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തേക്കും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ഒരു ദിവസം ഇടും. ഇപ്പോൾ പെട്ടെന്ന് സമയം കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും ഒരു ദിവസം ഞാനത് ചെയ്യാവേ. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ കട്ടിങ് കാണിച്ചു. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു സൈഡിലേക്കും സെൻറ്ററിൽ വെച്ചിട്ട് മറ്റേ സൈഡിലേക്കും വരുന്ന രീതിക്കാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഡയറക്റ്റ് ചെയ്യേണ്ട ഒരേ അങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്ററിൽ ഒരു സൈഡ്, പിന്നെ സെൻറ്ററിൽ നിന്ന് മറ്റൊരു സൈഡ്. അപ്പോൾ അതുപോലെ നമ്മൾ സ്ലീവും കൂടെ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്കിനി സ്ലീവിൻ്റെ അറ്റം ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് മൊത്തത്തിൽ സ്ലീവിൻ്റെ അറ്റം മുതൽ നമ്മുടെ ഈ ജാക്കറ്റിൻ്റെ അറ്റത്തെ എന്താ പറയണ്ടേ ചെസ്റ്റിൻ്റെ പോർഷനിൽ ആ ഒരു പോർഷൻ വരെയുള്ള സിംഗിൾ സ്ട്രെയിറ്റ് ലൈന് കൊടുത്ത് മൊത്തത്തിൽ ഇതൊരു ഡ്രസ്സിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാക്കറ്റും നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇത് കൂടുതൽ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ ആ കെട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ കെട്ടൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ എന്തായാലും ഈ വിത്തിൻ എന്താ പറയേണ്ട 1 മന്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സ്ട്രാ കുറേ തുണിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് വെട്ടിക്കളഞ്ഞ് രണ്ട് സൈഡും ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മുടെ ഓപ്പണിങ് വരുന്നത് നമ്മുടെ കൊടുക്കുന്നത് പോലെയാണ്. ആൻഡ് എന്താ പറയുക, നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടും സ്ലീവ് ഇട്ടിട്ടും സ്ലീവ്ലെസ് ആയിട്ടും ഇടാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കുർത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫൈനൽ ഔട്ട്പുട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.